ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ചോദിച്ചു വരുന്ന ഒരു പോർഷനാണ് ട്രാഫിക് സൈൻ. ട്രാഫിക് സൈനിൻ്റെ പല കാര്യങ്ങളും, അതായത് അതിൻ്റെ ഡയമെൻഷൻസ്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ കളറ്, അതൊക്കെ ഇപ്പോൾ ചോദിച്ചു വരുന്ന ഒരു ട്രെൻഡായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ട്രെയിനിങ് ഇൻസ്ട്രക്ടറിലൊക്കെ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് റോഡ് മാർക്കിങ്സും റോഡ് സൈൻസുമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യം ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മെയിൻലി നമ്മുടെ ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് ആയിട്ട് 4 എണ്ണമാണ് പറയാറ്. റോഡ് മാർക്കിങ്സ്, റോഡ് സൈൻസ്, ട്രാഫിക് സിഗ്നൽസ് ആൻഡ് സ്പീഡ് ബ്രേക്കേഴ്സ്. ഇതിനകത്ത് നമ്മൾ റോഡ് മാർക്കിങ്സും റോഡ് സൈൻസുമാണ് ഡീൽ ചെയ്യുന്നത്. സിഗ്നലും ബ്രേക്കേഴ്സും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ 24th എക്സാം ബേസിസിലുള്ള ക്ലാസ് ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ് മാർക്കിങ്ങും റോഡ് സൈൻസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത്. ഇതിലും ഏറെ സ്ട്രെസ്സ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് റോഡ് സൈൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം ഇപ്പോൾ റോഡ് മാർക്കിങ്സ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. പേർപ്പസ് ഓഫ് റോഡ് മാർക്കിങ്സ് ഈസ് ടു ഗൈഡ് ആൻഡ് കൺട്രോൾ ട്രാഫിക് ഓൺ എ ഹൈവേ. നമുക്കറിയാം, നമ്മുടെ ട്രാഫിക്കിനെ ഗൈഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് റോഡ് മാർക്കിങ്സ്. ദേ സപ്ലിമെൻറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ട്രാഫിക് സൈൻസ്. ട്രാഫിക് സൈൻസിൻ്റെ ഫംഗ്ഷനെ സപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി റോഡ് മാർക്കിങ്സിന് ഉണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് മാർക്കിങ്സ്. നമുക്ക് ഈ റോഡ് മാർക്കിങ്സ് തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെന്ന് പറഞ്ഞാൽ ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിംഗ് ആണ്. ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിംഗ് എന്തായിരിക്കും? നമ്മുടെ റോഡിൻ്റെ ലെങ്ത്തിന് എലോങ് ആയിട്ട് മാർക്ക് ചെയ്ത് പോകുന്നതിനെയാണ് ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിങ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ട്രാൻസ്വേഴ്സ് മാർക്കിംഗ് ആണ്. അപ്പോൾ അതെന്തായിരിക്കും? ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മാർക്ക് ചെയ്ത് പോകും. പിന്നെ മൂന്നാമത്തെ ഒബ്ജക്റ്റ് മാർക്കിങ്സ്, എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ പുറത്തുള്ള മാർക്കിംഗ്. ദെൻ വേർഡ് മെസ്സേജസ്, ചിലപ്പോൾ എന്തെങ്കിലും വേർഡ് മെസ്സേജസ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ദെൻ മാർക്കിംഗ് ഫോർ പാർക്കിംഗ്, പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് മാർക്കിങ്ങുകൾ ഉണ്ടാവും. മാർക്കിംഗ് അറ്റ് ഹസാർഡസ് ലൊക്കേഷൻ, ഹസാർഡസ് ലൊക്കേഷനുകളിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുള്ള മാർക്കിംഗ്. അങ്ങനെ ഇങ്ങനെ 6 മാർക്കിങ്സ് ആണ് നമുക്ക് മെയിനായിട്ടും റോഡുകളിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് ആദ്യത്തെ 2 എണ്ണമാണ്, ലോങ്ജിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സ് മാർക്കിംഗ്. അപ്പോൾ നമുക്ക് ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിംഗ് നോക്കാം. ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിങ്സ് ആർ പ്ലേസ്ഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ട്രാഫിക് ഓൺ ദ റോഡ് വേ സർഫസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ റോഡ് വേ സർഫസിലുള്ള ട്രാഫിക്കിൻ്റെ ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുന്ന മാർക്കിങ്ങിനെയാണ് ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ടു ദ ഡ്രൈവർ ഹിസ് പ്രോപ്പർ പൊസിഷൻ ഓൺ ദ റോഡ് വേ. അതായത് ഡ്രൈവറിന് അയാളുടെ റോഡ് വേയിലുള്ള അയാളുടെ ഏറ്റവും ശരിയായിട്ടുള്ള പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിങ്ങിൻ്റെ ഫംഗ്ഷൻ. ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിങ്സ് ആർ പ്രൊവൈഡഡ് ഫോർ സെപ്പറേറ്റിംഗ് ട്രാഫിക് ഫ്ലോ ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് ദ പ്രീഡോമിനൻറ്റ് കളർ യൂസ്ഡ് ഇസ് വൈറ്റ്. അപ്പോൾ നമുക്കറിയാം, അതായത് നമ്മുടെ ഒരേ ഡയറക്ഷനിൽ പോകുന്ന വണ്ടികൾ ഇത്രയും ഒരേ രീതിയിൽ സ്ട്രീം ലൈൻ ചെയ്ത് കൊണ്ടുപോകുക. ഇപ്പോൾ 2 ഡയറക്ഷൻ 2 ലൈൻ റോഡൊക്കെ ആണെങ്കിൽ തമ്മിൽ കൊളിഷൻ ഒഴിവാക്കി അതിനെ സ്ട്രീം ചെയ്ത് അതാത് ഡയറക്ഷനിൽ ട്രാഫിക് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, റോഡിൻ്റെ നടുക്കൂടെ 2 വരി പാതയാണെങ്കിൽ റോഡിൻ്റെ നടുക്കൂടെ വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. അതിനെ തന്നെയാണ് ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിംഗ്. അതാണ് പറഞ്ഞിരിക്കുന്ന പ്രീഡോമിനൻറ്റ് കളർ യൂസ്ഡ് ഇസ് വൈറ്റ്. ഇനി അടുത്തത് യെല്ലോ കളർ ഇസ് യൂസ് ടു സെപ്പറേറ്റ് ദ ട്രാഫിക് ഫ്ലോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ട്രാഫിക് ഫ്ലോ ആണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കളർ യെല്ലോ ആണ്. ആൻഡ് ഓൾസോ ടു സെപ്പറേറ്റ് ദ പേയ്മെൻറ്റ് എഡ്ജസ്, അതായത് റോഡിൻ്റെ എഡ്ജസ് നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യെല്ലോ കളർ മാർക്കിംഗ് ഉപയോഗിക്കാറുണ്ട്. ദ ലൈൻസ് ക്യാൻ ബി ബ്രോക്കൺ, സോളിഡ് ഓർ ഡബിൾ സോളിഡ്. ഈ ലൈൻ തന്നെ ബ്രോക്കൺ ആവാം, അതല്ലെങ്കിൽ സോളിഡ് ആവാം, അതുപോലെ തന്നെ ഡബിൾ സോളിഡും വേണമെങ്കിൽ ആവാം. Broken lines are permissible in character and allows crossing with discretion if traffic situation permits. ബ്രോക്കൺ ലൈൻ ആണെങ്കിൽ അത് പെർമിസീവ് ആണ്, അതായത് പെർമിറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. അതായത് ആ ബ്രോക്കൺ ലൈൻ നമുക്ക് ക്രോസ് ചെയ്ത് പോവാം. ട്രാഫിക് കണ്ടീഷൻ നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് ബ്രോക്കൺ ലൈൻ ക്രോസ് ചെയ്ത് പോവാം. സോളിഡ് ലൈൻ ആണെങ്കിൽ റെസ്ട്രിക്റ്റീവ് ഇൻ ക്യാരക്ടറാണ്, അതായത് നിയന്ത്രണ രേഖ എന്ന് പറയുന്നതാണ് നമ്മുടെ സോളിഡ് ലൈൻ. ആൻഡ് ഡസ് നോട്ട് അലോ ക്രോസിംഗ് എക്സെപ്റ്റ് ഫോർ എൻട്രി ഓർ എക്സിറ്റ് ഫ്രം എ സൈഡ് റോഡ്. അതായത് ഈ സോളിഡ് ലൈൻ ആണെങ്കിൽ ക്രോസിംഗ് പാടില്ല, എക്സെപ്ഷണൽ ഉണ്ട്. സൈഡ് റോഡിൽ നിന്നോ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് ഓർ സ്റ്റേഷനറി ഒബ്സ്ട്രക്ഷനൊക്കെ വരുവാണെങ്കിൽ മാത്രം.
ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡബിൾ സോളിഡ് ലൈൻ ആണ്. ഡബിൾ സോളിഡ് ലൈൻ ഇൻഡിക്കേറ്റ് സിവിയറിറ്റി ഇൻ റെസ്ട്രിക്ഷൻ. ഡബിൾ സോളിഡ് ലൈൻ ആണെങ്കിൽ റെസ്ട്രിക്ഷൻ്റെ വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ് കാണിക്കുന്നത്. ആൻഡ് ഷുഡ് നോട്ട് ബി ക്രോസ്ഡ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് എമർജൻസി. എമർജൻസി വരുവാണെങ്കിൽ മാത്രം ക്രോസ് ചെയ്യാൻ പറ്റുന്ന ലൈനാണ് ഡബിൾ സോളിഡ് ലൈൻ. There can also be a combination of solid and broken line. സോളിഡ് ലൈൻ്റെയും അതുപോലെ തന്നെ ബ്രോക്കൺ ലൈൻ്റെ കോമ്പിനേഷൻ വരാം. ഇൻ സച്ച് എ കേസ് ദ സോളിഡ് ലൈൻ മേ ബി ക്രോസ് വിത്ത് ഡിസ്ക്രിഷൻ. അങ്ങനെ വരുമ്പോൾ സോളിഡ് ലൈൻ വേണമെങ്കിൽ ഡിസ്ക്രിഷൻ വെച്ചിട്ട്, അതായത് നമുക്ക് കണ്ടീഷൻസ് വെച്ചിട്ട് ക്രോസ് ചെയ്യാം. ഇഫ് ദ ബ്രോക്കൺ ലൈൻ ഓഫ് ദ കോമ്പിനേഷൻ ഇസ് നിയറർ ടു ദ ഡയറക്ഷൻ ഓഫ് ട്രാഫിക്. എപ്പോഴാണ് ബ്രോക്കൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് അടുത്താണെങ്കിൽ Vehicles from opposite direction are not permitted to cross the line. ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വെഹിക്കിൾ ക്രോസ് ചെയ്യാൻ അനുവദനീയമല്ല. അപ്പം നമ്മൾ കോമ്പിനേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോളിഡും ബ്രോക്കൺ ലൈനും കോമ്പിനേഷൻ ആണെങ്കിൽ സോളിഡ് ലൈൻ വേണമെങ്കിൽ ക്രോസ് ചെയ്യാം. എപ്പോൾ? ബ്രോക്കൺ ലൈൻ ഓഫ് ദ കോമ്പിനേഷൻ. അതായത് നമുക്ക് ഒരു സോളിഡും ഒരു ബ്രോക്കണും ആയിരിക്കില്ല. ബ്രോക്കൺ ലൈൻ വരുന്നത് ഡയറക്ഷൻ ഓഫ് ട്രാവലിൻ്റെ അടുത്താണെങ്കിൽ മാത്രം സോളിഡ് ലൈൻ ക്രോസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഡബിൾ സോളിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ സിവിയറിറ്റി ആണ്. അത് എമർജൻസിയുടെ കേസിൽ മാത്രം ക്രോസ് ചെയ്യാൻ പറ്റുന്നു. ഇനി കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് സോളിഡ് ലൈൻ ക്രോസ് ചെയ്യാം. ബ്രോക്കൺ ലൈൻ ഡയറക്ഷൻ ഓഫ് ട്രാവലിൻ്റെ എലോങ് ആണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോങ്കിറ്റ്യൂഡിനൽ മാർക്കിംഗ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ളത്, ഫസ്റ്റ് വൺ സെൻറ്റർ ലൈൻ, അതായത് റോഡിൻ്റെ സെൻറ്ററിലുള്ളത്. ട്രാഫിക് ലൈൻ, ഓരോ ലൈനുകളെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നോ പാസിംഗ് സോൺ, പാസിംഗ് സോൺ നമുക്ക് പാസ് ചെയ്യാൻ പറ്റാത്ത സോൺ ആണെങ്കിൽ. വാർണിംഗ് ലൈൻസ്, എന്തെങ്കിലും വാർണിംഗ് തരുന്നതാണെങ്കിൽ. ബ്രോഡർ ഓർ എഡ്ജ് ലൈൻ, ബോർഡർ അല്ലെങ്കിൽ എഡ്ജ് ലൈൻ, എഡ്ജിലുള്ള ലൈൻ ആണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ബസ് ലൈൻ ആണെങ്കിൽ ബസ് ലൈൻ മാർക്ക് ചെയ്ത് വെക്കും. സൈക്കിൾ ലൈൻ ആണെങ്കിൽ സൈക്കിൾ ലൈൻ മാർക്ക് ചെയ്യും. ഇതിനകത്ത് ഈ സെൻറ്റർ ലൈനും ട്രാഫിക് ലൈനുമെല്ലാം നമ്മൾ ഡയമെൻഷൻ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ്. കാര്യം ട്രാഫിക് സൈൻ എന്തായാലും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതും ചോദിക്കുന്നതിന് തെറ്റില്ല. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കാം. അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സെൻറ്റർ ലൈനാണ്. നമുക്കറിയാം റോഡിൻ്റെ സെൻറ്ററിലായിരിക്കും അത് കൊടുക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മീറ്ററും അതുപോലെ തന്നെ നമ്മുടെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 150 ആയിരിക്കും, 150 mm ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 4.5 മീറ്റർ ആയിരിക്കും സെൻറ്റർ ലൈനിൻ്റെ കേസിൽ. ഇനി ലൈൻ വരുമ്പോൾ ഒരു 4 ലൈൻ റോഡ് ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന തിക്നെസ് 100 mm, വിഡ്ത്ത് 1.5 മീറ്ററും നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. പിന്നെ റോഡിൻ്റെ സെൻറ്ററിൽ ഒരു ഡബിൾ ലൈൻ കാണും 150 mm തിക്നെസ് ഉള്ള. ഓക്കെ, ഇനി അടുത്തത് ട്രാഫിക് ലൈൻസ് തന്നെയാണ്. നമ്മൾ നേരത്തെ സെയിം കണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ടൈപ്പ് ഓഫ് ലൈനാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സെൻറ്ററിൽ ഒരു കണ്ടിന്യൂസ് ലൈനും റൈറ്റ് സൈഡിൽ സെൻറ്ററിൽ ബ്രോക്കൺ ലൈനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബ്രോക്കൺ ലൈനിൻ്റെ തിക്നെസ് എത്രയാണ്? 150 mm തന്നെയാണ്. പക്ഷേ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. ആൻഡ് ബ്രോക്കൺ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4.5 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ട്രാഫിക് ലൈൻ തന്നെ 2 രീതിയിൽ മാർക്ക് ചെയ്യാം. അതായത് സെൻറ്റർ ലൈന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈനും കൊടുക്കാം, ബ്രോക്കൺ ആയിട്ട് സീരീസ് ആയിട്ടും റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാർണിംഗ് ലൈൻസ് ആണ്. വാർണിംഗ് ലൈൻസ് ബ്രോക്കൺ ലൈൻസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യാറ് വിത്ത് 6 മീറ്റർ ലെങ്ത്, 6 മീറ്റർ ലെങ്ത്തും 3 മീറ്റർ ഗ്യാപ്പുമായിട്ടാണ് നമ്മൾ വാർണിംഗ് ലൈൻസ് കൊടുക്കുന്നത്. യു ക്യാൻ സീ ഇൻ ദ ഫിഗർ, 6 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്തും പിന്നെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. അങ്ങനെ ബ്രോക്കൺ സീരീസ് ആയിട്ട് കൊടുക്കുന്നതാണ് വാർണിംഗ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും വാർണിംഗ് നമ്മളെ ഡ്രൈവറിന് കൊടുക്കുകയാണ് വാർണിംഗ് സൈൻസ് വഴി ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എഡ്ജ് ലൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എഡ്ജ് ലൈൻ, നമുക്ക് എഡ്ജസ് നോട്ടിഫൈ ചെയ്യാനായിട്ട് എഡ്ജ് ലൈൻസ് കൊടുക്കാറുണ്ട്. ദേ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 150 mm ഫ്രം ദ ആക്ച്വൽ എഡ്ജ് ഓഫ് ദ പേയ്മെൻറ്റ്. ആക്ച്വൽ എഡ്ജ് ഓഫ് ദ പേയ്മെൻറ്റിൽ നിന്നും 150 mm എങ്കിലും ഡിസ്റ്റൻസ് മാറിയിരിക്കണം. ദേ ആർ പെയിൻറ്റഡ് ഇൻ യെല്ലോ ഓർ വൈറ്റ്. യെല്ലോ അല്ലെങ്കിൽ വൈറ്റിലാണ് അത് പെയിൻറ്റ് ചെയ്യാറുള്ളത്. അതായത് ഡ്രൈവറിൻ്റെ ഐ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന യെല്ലോ കളറിലോ അല്ലെങ്കിൽ വൈറ്റ് കളറിലോ ആണ് എഡ്ജ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. ഇനി
അടുത്തതെന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് മാർക്കിംഗ് ആണ്. ട്രാൻസ്വേഴ്സ് മാർക്കിങ്ങിൽ വരുന്നതാണ് ഡയറക്ഷണൽ ആരോസ് വരും, അതായത് ഏത് ഡയറക്ഷണൽ ആരോസ് കാണിക്കാം. പിന്നെ സ്റ്റോപ്പ് ലൈൻ മാർക്കിംഗ്, സ്റ്റോപ്പ് ചെയ്യേണ്ട സ്റ്റോപ്പ് ലൈൻ മാർക്കിങ്സ് കാണാം. പിന്നെ മാർക്കിംഗ് ഫോർ പെഡസ്ട്രിയൻ ക്രോസിംഗ്, നമ്മളെന്നും നമ്മുടെ ലൈഫിൽ കാണുന്ന ഒരു കാര്യമാണ്. പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ, സീബ്ര ലൈൻ എന്നൊക്കെ നമ്മൾ പറയും. അതെല്ലാം എന്തിൽ വരും? ട്രാൻസ്വേഴ്സ് മാർക്കിങ്ങിൽ വരും. അപ്പോൾ ലോങ്ജിറ്റ്യൂഡിനൽ മാർക്കിങ്ങിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് എനിക്ക് തോന്നിയ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ട്രാൻസ്വേഴ്സ് മാർക്കിങ്ങിൽ മെയിൻലി ഈ 3 ആണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ഇസ് ട്രാഫിക് സൈൻ. ട്രാഫിക് സൈൻ എന്തിനാണ് ഉള്ളത്? ടു വോൺ, ഡയറക്റ്റ് ആൻഡ് ഗൈഡ് റോഡ് യൂസേഴ്സ്. റോഡ് യൂസറിനെ വോൺ ചെയ്യാനും ഗൈഡ് ചെയ്യാനും എല്ലാം നമ്മൾ ട്രാഫിക് സൈൻ ഉപയോഗിക്കുന്നു. ട്രാഫിക് സൈനിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യത്തെന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി സൈൻസ് അല്ലെങ്കിൽ മാൻഡേറ്ററി സൈൻ. റെഗുലേറ്ററി അല്ലെങ്കിൽ മാൻഡേറ്ററി എന്ന് പറയാൻ ഇറ്റ് ഇസ് ടു ബി ഫോളോഡ് ബൈ ദ യൂസർ, അത് കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇറ്റ് ഇസ് മാൻഡേറ്ററി ദാറ്റ് ദ ഡ്രൈവർ മസ്റ്റ് ഒബേ ദീസ് സൈൻസ്. അതുകൊണ്ടാണ് റെഗുലേറ്ററി സൈൻസിനെ നമ്മൾ മാൻഡേറ്ററി സൈൻസ് എന്നും കൂടി പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡെഡ് സ്ലോ, നോ ടേൺ, സ്പീഡ് ലിമിറ്റ്, ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ്, സൗണ്ട് ഹോൺ പ്രൊഹിബിറ്റഡ്, പാർക്കിംഗ് പ്രൊഹിബിറ്റഡ്. ഇങ്ങനെ കർശനമായി നിയന്ത്രിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അനുസരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് റെഗുലേറ്ററി സൈൻസ് അല്ലെങ്കിൽ മാൻഡേറ്ററി സൈൻസിനകത്ത് വരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് സൈൻസ് പ്രൊവൈഡ്? അപ്പോൾ ഇതാണ് നമ്മുടെ റെഗുലേറ്ററി സൈൻ അല്ലെങ്കിൽ മാൻഡേറ്ററി സൈൻ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ മസ്റ്റായിട്ടും ഒബേ ചെയ്യണം. എക്സാമ്പിൾ വരുന്നതാണ് ഡെഡ് സ്ലോ, നോ ടേൺ, സ്പീഡ് ലിമിറ്റ്, ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ്, സൗണ്ട് ഹോൺ പ്രൊഹിബിറ്റഡ്, പാർക്കിംഗ് പ്രൊഹിബിറ്റഡ്, എക്സെട്ര. ഇത്രയുമാണ് വരുന്നത് മെയിനായിട്ട്. ഇനി നമുക്ക് ട്രാഫിക് സൈൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ടു ബി ഡിസ്പ്ലേഡ് ഓൺ എ സർക്കുലർ ഡെസ്ക്. സർക്കുലർ ഡെസ്കിലാണ് ഓഫ് ഡയമീറ്റർ 600 mm വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, റെഡ് ബോർഡർ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ബോർഡർ ആൻഡ് ബ്ലാക്ക് ന്യൂമറിക്കൽ. 600 mm ഡയമീറ്റർ ആണ് സർക്കുലർ ഡിസ്കിന്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, റെഡ് ബോർഡർ ആണ്, ബ്ലാക്ക് ന്യൂമറിക്കൽ ആണ്. ആൻഡ് ഇൻസ്റ്റാൾഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 2.8 meter എബവ് ദ ഗ്രൗണ്ട് ലെവൽ. അതായത് 2.8 meter ഗ്രൗണ്ട് ലെവലിന് മുകളിൽ സർക്കുലർ ഡെസ്കിൽ അപ് ടു ദ സെൻറ്റർ ഓഫ് ദ ഡെസ്ക്. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും സെൻറ്റർ ഓഫ് ദ ഡെസ്ക് വരെയുള്ള ഹൈറ്റാണ് 2.8 meter എന്ന് പറയുന്നത്. 2 എക്സെപ്ഷൻസ് അതേ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഈ സർക്കുലർ ആണ് ജനറലി എന്ന് പറഞ്ഞാലും 2 എക്സെപ്ഷണൽ അതിനകത്ത് വരുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് സ്റ്റോപ്പ് സൈൻ. അത് ഒക്ടഗണൽ ഇൻ ഷേപ്പാണ്. ആൻഡ് ഗിവ് അവേ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു സൈൻ ഉണ്ട്, അതൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ റെഗുലേറ്ററി സൈൻ അല്ലെങ്കിൽ മാൻഡേറ്ററി സൈനിൽ വരുന്ന എക്സെപ്ഷൻ. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്? സർക്കുലർ തന്നെയാണ്. പക്ഷേ സ്റ്റോപ്പ് ഒക്ടഗണിലും ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ട്രയാങ്കിളുമാണ്. രണ്ടും ഒരു എക്സെപ്ഷണൽ കേസ് ആയതുകൊണ്ട് തന്നെ സ്റ്റോപ്പും ഗിവ് അവേയും ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് സൈൻ ആണ്. സ്റ്റോപ്പ് സൈൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒക്ടഗണൽ ഇൻ ഷേപ്പാണ് ആൻഡ് റെഡ് ഇൻ കളർ. ഒക്ടഗണൽ ഷേപ്പാണ്, റെഡ് കളറാണ് വിത്ത് എ വൈറ്റ് ബോർഡർ ഓഫ് വിത്ത് 30 mm. അതിലൊരു വൈറ്റ് ബോർഡർ ഉണ്ടാവും, അതിൻ്റെ വിത്ത് 30 mm ആണ്. ആൻഡ് ഒക്ടഗണിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 900 mm ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒക്ടഗണൽ ഷേപ്പിലുള്ള സ്റ്റോപ്പ് സൈൻ. താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒക്ടഗണൽ ഷേപ്പാണ്, റെഡ് ഇൻ കളറാണ്, ഒരു വൈറ്റ് ബോർഡർ ഉണ്ടാവും, വിത്ത് 30 mm ആണ്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഗിവ് അവേ സൈൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇറ്റ് ഇസ് എൻ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷനും 900 mm തന്നെയാണ്. വിത്ത് ഇറ്റ്സ് അപ്പെക്സ് ഡൗൺവേർഡ്, അപ്പെക്സ് താഴെയാണ് വരുന്നത്. ആൻഡ് ഹാസ് എ റെഡ് ബോർഡർ ഓഫ് വിത്ത് 70 mm. അതായത് നമ്മുടെ അപ്പെക്സ് താഴെയായിട്ടുള്ള ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. അതിനൊരു റെഡ് ബോർഡർ ഉണ്ടാവും. റെഡ് ബോർഡറിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ 70 mm ആണ്. ആൻഡ് അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ നമ്മൾ ഇൻറ്റീരിയർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ 2 എക്സെപ്ഷനുണ്ട്. സ്റ്റോപ്പ് ഉണ്ട്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒക്ടഗണലാണ്, റെഡ് ബാക്ക്ഗ്രൗണ്ടിലാണ്, പിന്നെ അത് കൂടാണ് ഒരു വൈറ്റ് ബോർഡർ ഓഫ് 30 mm ഉണ്ട്. ഗിവ് അവേ സൈൻ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്, അപ്പെക്സ് ഡൗൺവേർഡ് വരും, റെഡ് ബോർഡർ ഓഫ് വിത്ത് 70 mm ആൻഡ് വൈറ്റ് ഇൻറ്റീരിയർ ആണുള്ളത്. രണ്ടിൻ്റെയും ഡയമെൻഷൻ എന്ത് തന്നെയാണ്? 900 mm തന്നെയാണ്. അതുകൊണ്ട് അത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതാണ് ആ 2 എക്സെപ്ഷണൽ കേസസ്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോപ്പും ഗിവ് അവേയും കൂടാണ്ട് ഒരു ജസ്റ്റ് ഒന്ന് ഇത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് മാത്രം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. എമംഗ് ദ റെഗുലേറ്ററി സൈൻസ് ഓഫ് സർക്കുലർ ഷേപ്പ് മെജോറിറ്റി ഓഫ് ദം ഹാവ് എ റെഡ് കളേർഡ് ബോർഡർ ഓഫ് വിത്ത് 60 mm. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂടുതലും സർക്കുലർ ആണ്. അതിനകത്ത് തന്നെ മെജോറിറ്റി സൈനുകളും റെഡ് കളേർഡ് ബോർഡർ ഓഫ് വിത്ത് 60 mm ആൻഡ് വൈറ്റ് കളർ ഇൻറ്റീരിയർ. അകത്ത് വൈറ്റ് കളറും അതുപോലെ തന്നെ ബോർഡർ റെഡ് കളർ 60 mm വിഡ്ത്ത് ഉള്ളതുമായിരിക്കും മിക്ക റെഗുലേറ്ററി സൈൻ. പക്ഷേ അവിടെയും 2 എക്സെപ്ഷനുകളുണ്ട്. ഇൻറ്റീരിയർ ഓഫ് ദ നോ പാർക്കിംഗ് ആൻഡ് നോ സ്റ്റോപ്പിംഗ് സൈൻ. നോ പാർക്കിങ്ങും നോ സ്റ്റോപ്പിംഗും സൈനിൻ്റെ ഇൻറ്റീരിയർ ബ്ലൂ ആയിരിക്കും. ബാക്കി എല്ലാത്തിൻ്റെ ഇൻറ്റീരിയർ എന്താണ്, വൈറ്റ് കളർ ആയിരുന്നു പറഞ്ഞു. പക്ഷേ നമ്മുടെ നോ പാർക്കിങ്ങും നോ സ്റ്റോപ്പിങ്ങും 2 എക്സെപ്ഷനലാണ്. വീണ്ടും അതിൻ്റെ ഇൻറ്റീരിയർ എന്താണ്, ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാക്കി 2 എക്സെപ്ഷനും കൂടെ നമ്മൾ പറഞ്ഞു. ഇനി അതർ എക്സെപ്ഷൻസ് അത് വേറെ 2 എക്സെപ്ഷനും കൂടിയുണ്ട്. നോ എൻട്രി സൈൻ. നോ എൻട്രി സൈൻ ഉണ്ട്, സർക്കുലർ ആണ്, ബട്ട് ഫുൾ വൈറ്റ് കളർ ആൻഡ് റെഡ് കളർ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഓഫ് വിത്ത് 900 mm. നിങ്ങൾക്ക് കാണാൻ കഴിയും, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നോ എൻട്രി സൈൻ. അതിനകത്ത് വൈറ്റ് ആണ് ഫുൾ കളർ, പക്ഷേ ഒരു റെഡ് കളർ ഹൊറിസോണ്ടൽ സ്ട്രിപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 900 mm ആണ് അതിൻ്റെ വിഡ്ത്ത്. ഓക്കെ, ഇനി റെസ്ട്രിക്റ്റഡ് എൻഡ് സൈനാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്നത്. വൈറ്റ് ഇൻ കളറാണ് ആൻഡ് ബ്ലാക്ക് ഡയഗണൽ സ്ട്രിപ്പ് ഓഫ് വിത്ത് 130 mm. അപ്പം റെസ്ട്രിക്ഷൻ എൻഡ് സൈനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റും അതിനകത്തൊരു നമ്മുടെ ഇൻക്ലൈൻഡ് സ്ട്രിപ്പും കാണും, അല്ലെങ്കിൽ ഒരു ഡയഗണൽ സ്ട്രിപ്പ് കാണും ഓഫ് വിത്ത് 130 mm. ഇതിലും റെസ്ട്രിക്റ്റഡ് എൻഡ് സൈൻ ഒന്ന് എംഫസൈസ് ചെയ്ത് പഠിച്ചോളൂ. ഗിവ് അവേ സൈൻ്റെ ഈ പടം നിങ്ങൾക്ക് മിക്കവാറും മനസ്സിൽ വന്നോളും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും പിന്നെ ആ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 mm ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം, ആ 2 കൂടി ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ കോഷണറി സൈനാണ്. വാർണിംഗ് സൈൻ എന്താണ് ചെയ്യുന്നത്, ശരിക്കും ഗിവ്സ് ഇൻഫർമേഷൻ ടു ദ ഡ്രൈവർ അബൌട്ട് ദ ഇംപെൻഡിങ് റോഡ് കണ്ടീഷൻ. റോഡ് കണ്ടീഷനെ കുറിച്ചിട്ട് ശരിക്കും ഒരു വാർണിംഗ് കൊടുക്കുകയാണ് നമ്മുടെ റോഡ് യൂസറിന്. ദേ അഡ്വൈസ് ദ ഡ്രൈവർ ടു ഒബേ ദ റോഡ് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവറിനെ അഡ്വൈസ് ചെയ്യുന്നു. ദീസ് സൈൻസ് ആർ മെൻ ഫോർ ദ ഓൺ സേഫ്റ്റി ഓഫ് ദ ഡ്രൈവർ. നമ്മുടെ ഡ്രൈവറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന സൈനാണ് വാർണിംഗ് സൈൻ അല്ലെങ്കിൽ കോഷണറി സൈൻ. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വിത്ത് അപ്പെക്സ് പോയിൻറ്റിങ് അപ്വേർഡ്. മുകളിൽ അപ്പെക്സ് ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും വാർണിംഗ് സൈൻ അഥവാ കോഷണറി സൈൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഇൻ ബാക്ക്ഗ്രൗണ്ട് വിത്ത് റെഡ് ബോർഡർ. അതായത് വൈറ്റ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട്, ബോർഡർ എന്തായിരിക്കും, റെഡ് കളറാണ് ആൻഡ് ബ്ലാക്ക് സിമ്പിൾ ആയിരിക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വാർണിംഗ് സൈൻ അല്ലെങ്കിൽ കോഷണറി സൈനിനകത്ത് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ റെഡ് ബോർഡർ, പിന്നെ ബ്ലാക്ക് സിമ്പിൾ ആയിരിക്കും വാർണിംഗ് സൈനിനകത്തുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമുക്കുള്ളതാണ് ഇൻഫോർമേറ്ററി സൈൻ. ഇൻഫോർമേറ്റീവ് എന്നും പറയാറുണ്ട്, ചിലടത്ത് ഇൻഫോർമേറ്ററി ആണ് നമ്മുടെ ജനറൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾസോ കോൾഡ് ആസ് ഗൈഡ് സൈൻസ് ആർ പ്രൊവൈഡഡ് ടു അസിസ്റ്റ് ദ ഡ്രൈവേഴ്സ് ടു റീച്ച് ദ ഡിസൈഡ് ഡെസ്റ്റിനേഷൻ. അതായത് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മളെ ഗൈഡ് ചെയ്ത് തരുന്ന സൈനുകളാണ് ഇൻഫോർമേറ്ററി സൈൻ. റൂട്ട് മാർക്കേഴ്സ് ആർ ഓൾസോ യൂസ് ടു ഐഡൻറ്റിഫൈ നമ്പേർഡ് ഹൈവേസ്. നമ്പേർഡ് ഹൈവേസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ റൂട്ട് മാർക്കേഴ്സും ഉപയോഗിക്കാറുണ്ട്. ഇനി ദേ ആർ റിട്ടൺ ഇൻ ബ്ലാക്ക് ലെറ്റേഴ്സ് ഓൺ യെല്ലോ ബാക്ക്ഗ്രൗണ്ട്. യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ലെറ്റേഴ്സിലായിരിക്കും റൂട്ട് മാർക്കേഴ്സ് നമ്മൾ ഹൈവേ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇൻഫോർമേറ്ററി സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ യൂസറിന് കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. അതായത് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി destination signs are used to indicate the direction of the critical destination points and to mark important intersections മാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഒക്കെ മാർക്ക് ചെയ്യാനും നമ്മൾ ഡെസ്റ്റിനേഷൻ സൈൻ ഉപയോഗിക്കാറുണ്ട്. ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് ആർ സംടൈംസ് മാർക്ക് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ്റെ റൈറ്റ് സൈഡിൽ ഡിസ്റ്റൻസ് എഴുതി നിങ്ങൾ കാണാറുണ്ട്, പോകുന്ന വഴിക്കൊക്കെ കാണാറുണ്ട് അല്ലേ. ദേ ആർ ഇൻ ജനറൽ റെക്റ്റാങ്കുലർ, മിക്കവാറും റെക്റ്റാങ്കുലർ ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴൊക്കെ അവിടേക്ക് ഇത്രയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ എന്ന് എഴുതി കാണാറുണ്ടല്ലോ റെക്റ്റാങ്കുലർ ബോർഡ്സിൽ, വിത്ത് ലോങ് ഡയമെൻഷൻ ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. റെക്റ്റാങ്കിളിൽ തന്നെ ഷോർട്ട് ഡയമെൻഷനുമുണ്ട് ലോങ് ഡയമെൻഷനുമുണ്ട് അല്ലേ. അതിൽ ലോങ് ഡയമെൻഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെച്ചിട്ടുള്ള റെക്റ്റാങ്കിളിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ഡെസ്റ്റിനേഷൻ സൈനുകൾ കൊടുക്കാറുള്ളത്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ ഷേപ്പ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് മിക്കവാറും ഡെസ്റ്റിനേഷൻ്റെ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും.
ഓക്കെ. അപ്പം ക്രിട്ടിക്കൽ ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻ്റർസെക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്യാനും എന്തുപയോഗിക്കുന്നു? ഡെസ്റ്റിനേഷൻ സയൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇൻഫോർമേറ്റീവ് സയൻസിനകത്ത് വരുന്നതാണ് ഡെസ്റ്റിനേഷൻ സൈൻ. ഓക്കെ. ഇനി കളേഴ്സ് ചൂസൺ ഡിപ്പെൻഡ് അപ്പോൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്. ഇനി നമ്മൾ ഈ സ്ഥലം നമ്മുടെ ഡിസ്റ്റൻസ് എഴുതിയ ബോർഡുകൾ തന്നെ പല കളറിൽ നമ്മൾ കാണാറുണ്ട്. അത് നമ്മൾ ഏത് റോഡിൽ പോകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ NH ആൻഡ് SH, അതായത് നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും ആണെങ്കിൽ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഗ്രീൻ കളർ ബോർഡിനകത്ത് ബോർഡറുള്ള ബോർഡിനകത്താണ് എഴുതിയിരിക്കുന്നത്. വേർഡ് മെസ്സേജസ് ആർ ഇൻ വൈറ്റ് കളർ. അപ്പോൾ ഈ ഗ്രീൻ ബോർഡിനകത്ത് വേർഡ് മെസ്സേജസിൻ്റെ കളർ എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും. ഓക്കെ. ഇനി ഫോർ മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതർ ഡിസ്ട്രിക്ട് റോഡ് ആൻഡ് വില്ലേജ് റോഡ്, ഈ 3 ക്ലാസിഫിക്കേഷനുമാണെങ്കിൽ ദീസ് ആർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും വിത്ത് ബോർഡേഴ്സ് ഉണ്ടായിരിക്കും. ലെജൻഡ്സ് ആൻഡ് വേർഡ് മെസ്സേജസ് ആർ ഇൻ ബ്ലാക്ക് കളറിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പം നാഷണൽ ഹൈവേ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ബോർഡേഴ്സ് ആയിരിക്കും. വേർഡ് മെസ്സേജസ് വൈറ്റിലായിരിക്കും. MDR ODR വില്ലേജ് റോഡൊക്കെയാണ് വരുന്നതെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബോർഡേഴ്സോട് കൂടി എഴുതും. അതുപോലെ തന്നെ നമ്മുടെ വേർഡ് മെസ്സേജസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ലെജൻഡ്സ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? ദേ മസ്റ്റ് ബി ബ്ലാക്ക് കളർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫോർമേറ്റീവ് സയൻസിനകത്ത് വരുന്നത്. നമ്മൾ നേരത്തെ ഡെസ്റ്റിനേഷൻ സൈൻ പറഞ്ഞു, അതിൻ്റെ കളറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ അതിനകത്ത് വരുന്ന ഇൻഫോർമേറ്റീവ് സയൻസ് ഇൻഫോർമേറ്റീവ് സയൻസ് ഓരോ റോഡിലും ഏത് കളറിൽ കൊടുക്കുന്നു. അപ്പോൾ NH SH വേറെയാണ്, MDR ODR ആൻഡ് വില്ലേജ് റോഡ് വേറെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ട്രാഫിക് സൈനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഇത്രയുമെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രാഫിക് സൈൻ പോർഷനകത്ത് പഠിച്ചു വെക്കുക. കാര്യം എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ട്രാഫിക് സൈൻ്റെ ആ ഡയമെൻഷൻസും കളറും എഴുതിയിരിക്കുന്ന ലെജൻസിൻ്റെ കളറും ഒക്കെ എംഫസൈസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇനി നമ്മൾ നാളത്തെ ദിവസം മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിത്ത് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.